ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ 4 പേര് പുറത്തായല്ലോ. ഈ 4 പേര് പുറത്തായ സമയത്ത് ശരിക്കും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഈ അഗ്നിപരീക്ഷയിൽ വന്ന ആരെയും നമുക്കൊന്നും അറിയില്ല. എനിക്ക് പേഴ്സണലി ഇവിടെ ആരെയും അറിയില്ല. ഈ ഷോ 3-4 ദിവസം ആയിട്ടേ ഉള്ളൂ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് സത്യത്തിൽ ഈ പുറത്തായ പലരും പുറത്താകേണ്ടതല്ല. ഒരു കഴിവില്ലാത്ത ആളുകൾ അതിനകത്ത് നിൽക്കുന്നുമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബിഗ് ബോസ് അല്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ സപ്പോർട്ട്, അകത്തെ തന്ത്രങ്ങൾ, സേഫ് ഗെയിം കളിച്ചും ഒക്കെ ആയിട്ട് സർവൈവ് ചെയ്യാം. ബിഗ് ബോസിനകത്ത് പലപ്പോഴും ഓഡിയൻസിന്റെ വോട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അകത്തെ കണ്ടസ്റ്റൻസിന്റെ സ്ട്രാറ്റജീസ്, കൂടെ നിൽക്കുന്നവരുടെ ഫാൻ ബേസ്, ഇവരുടെ ഫ്രണ്ട്സിന്റെ ഫാൻ സപ്പോർട്ട് ഒക്കെ വെച്ചിട്ടാണ് ഒരാൾ പുറത്താവുന്നതും അകത്താവുന്നതും ഒക്കെ. പലപ്പോഴും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് നല്ല പ്ലേയേഴ്സ് നേരത്തെ ഔട്ട് ആവാറുണ്ട്. സേഫ് ഗെയിമേഴ്സ് ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. സോ അതൊക്കെ സംഭവിക്കാം. അതിന്റെ റീസണും നമുക്കറിയാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു ജഡ്ജിങ് പാനലാണ് തീരുമാനിക്കുന്നത് ആര് പുറത്താകണം, ആരകത്ത് നിൽക്കണം എന്നുള്ളത്. ഒരു കൂട്ടം പ്രേക്ഷകരോ അല്ലെങ്കിൽ അകത്തെ കണ്ടസ്റ്റൻസിന്റെ സ്ട്രാറ്റജീസോ അല്ല ഇവിടെ നിർണായകം. ജഡ്ജസിന്റെ തീരുമാനമാണ്. ഒരു കണ്ടസ്റ്റന്റ് എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും ജഡ്ജിന് ഇഷ്ടപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ജഡ്ജ് എന്താണ് മാനദണ്ഡമായിട്ട് എടുക്കുന്നത്? ഇപ്പൊ റിയാസ് എന്ത് അടിസ്ഥാനത്തിലാണ് കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്? രഞ്ജിന് പേഴ്സണാലിറ്റി എന്ന് പറയുന്നുണ്ട്. എന്താണ് പേഴ്സണാലിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്നത് നന്മ മരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ ആണോ? അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം കാണിച്ച് ജയിക്കുന്ന ഒരു ഷോ ആണോ? അതോ ഒരു സർവൈവൽ ഷോ ആണോ? ഈ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ബിഗ് ബോസ് എന്താണെന്നുള്ളതിനകത്ത് ഒരു ക്ലാരിറ്റി തന്നെ ആർക്കും സത്യത്തിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ബിഗ് ബോസിനെ എങ്ങനെ നമ്മൾ നിർവചിക്കും? വ്യക്തിത്വം കാണിച്ചുകൊണ്ടാണ് ഒരാൾ അവിടെ ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ഒരുപാട് തർക്കങ്ങളും അതിനകത്തുണ്ടാവും. എല്ലായ്പ്പോഴും മെജോറിറ്റിയാണ് അവിടെ തീരുമാനിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് മെജോറിറ്റിക്ക് ആരാണോ നല്ലതെന്ന് തോന്നുന്ന ആൾ ജയിക്കും, ആ ആൾ അവിടെ നിൽക്കും. അതിനപ്പുറം വ്യക്തിത്വം ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ അവിടെ നിൽക്കുന്ന റിയാസിന് ചിലപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടും. റിയാസിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ അഖിൽ മാരാറിന് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അങ്ങനത്തെ ഒരു ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജഡ്ജസ് നിഷ്പക്ഷമായിട്ട് തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസിനെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ലാസ്റ്റ് എവിക്ഷൻ്റെ കാര്യം എടുക്കാം. എനിക്കതത്ര ഫെയർ എവിക്ഷനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിനകത്ത് നന്നായിട്ട് കഴിവുള്ള, സംസാരിക്കാനൊക്കെ അറിയാവുന്ന പലരും പുറത്തായി. നിലപാട് പറയാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് പുറത്താവുന്നത്. ഇപ്പം ഞാൻ രഞ്ജിനിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, രഞ്ജിനി ഹരിദാസിൻ്റെ. ആ വീഡിയോയ്ക്കകത്ത് ഏതോ ഒരു കാക്കക്കുയിലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. സോ ആ ഇൻ്റർവ്യൂ അല്ല, ഒരു ബൈറ്റ് ആണ്. സോ അതിനകത്ത് രഞ്ജിനി പറയുന്നുണ്ട് പൂജ ഭയങ്കര ഓവറായിരുന്നു, അതുകൊണ്ടാണ് പുറത്താക്കിയത് എന്നൊക്കെ. സീസൺ 1 മുഴുവനും കണ്ട ഒരാളാണ് ഞാൻ. അന്നും ചെറിയ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രഞ്ജിനി എന്തോരം വെറുപ്പിക്കലായിരുന്നു എന്നറിയാമോ? രഞ്ജിനി നല്ല പ്ലെയർ ആണ്, സ്ട്രോങ് വിമൺ ആണ്, ഒക്കെ ശരിയാണ്. എന്നാ വെറുപ്പിക്കലായിരുന്നു. 2 എപ്പിസോഡിൽ പൂജയുടെ വെറുപ്പിക്കൽ രഞ്ജിനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന്. സീസൺ 1 രഞ്ജിനിയെ നമ്മളൊക്കെ സഹിച്ചില്ലേ? രഞ്ജിനിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നല്ല ക്യാരക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്ന, വയലന്റ് ആവുന്ന, അഗ്രസീവ് ആവുന്ന ഒരാളാണ് രഞ്ജിനി പൂജയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരു സമയത്ത് നിങ്ങളെപ്പോലെ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നൊക്കെ അഡ്വൈസ് ഇടയ്ക്ക് കൊടുത്തിരുന്നു. അതേ പൂജയെ തന്നെ ഒന്നുകൂടി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൊടുക്കാതെ എടുത്ത് വെളിയിൽ കളഞ്ഞു. പൂജയേക്കാൾ എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ വാഴകളായിട്ടുള്ള പലരും അതിനകത്തുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ പൂജ അത്ര നല്ല മിടുക്കിയാണെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആണെന്നോ അല്ല. പൂജയേക്കാൾ മരവാഴകൾ ആ ഒരു മൊത്തം കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഉള്ളപ്പോൾ പൂജയെ പുറത്താക്കിയത് എന്തോ വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പൂജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ മറുപടി പറയുന്നു എന്നൊക്കെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മറുപടി പറയണ്ടേ? നമ്മൾ സംസാരിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും ജനങ്ങൾ, ജെൻസി, അവർ പ്രതികരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രതികരിക്കണം, സ്ത്രീകൾ പ്രതികരിക്കണം. പക്ഷെ ഒരു വേദിയിൽ ഒരു പെൺകുട്ടി അവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങളോട് പാവത്തെ പോലെ പതുങ്ങി നിൽക്കാതെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചാൽ ഉടനെ അവൾ അഹങ്കാരിയായി, അവൾ പുറത്താക്കണം, അവൾക്ക് നാക്ക് കൂടുതലാണ്, അവൾക്ക് കുറച്ച് കൂടുതലായിരുന്നു, ഭയങ്കര ഓവറായിരുന്നു, അവളെ പുറത്താക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും പുരോഗമനം പറയുന്നത് എന്നുള്ളത് ഭയങ്കര കോമഡിയാണ്. ഇത് ശരിക്കും ജഡ്ജസിന് ഈഗോ ഹേർട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈഗോ അടിച്ചിട്ട് പുറത്താക്കിയതാവാനാണ് ചാൻസ്. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം, നമ്മൾ കാണാത്ത പലതും അവിടെ നടന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വയലന്റ് ആയി കാണും പൂജ, അങ്ങനെ പറഞ്ഞു കാണും. അതിപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നമ്മൾ കണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പൂജ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യണമായിരുന്നു. ടെലികാസ്റ്റ് ചെയ്തതിനകത്ത് മറ്റേ കൊടൂരമായ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ജഡ്ജസ് 3-4 തവണ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ക്ഷോഭിക്കുന്ന കണ്ടു, പൊട്ടിത്തെറിക്കുന്ന കണ്ടു. പക്ഷേ ഈ പുറത്താക്കാൻ മാത്രം എനിക്കറിയില്ല. അതിനേക്കാൾ
ഒരു ഗുണവും ഇല്ലാത്ത മണവും ഗുണവും ഇല്ല എന്ന് പറയുന്ന പോലുള്ള കുറെ ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയാത്തത് പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ശരിയല്ലല്ലോ. എല്ലാവരും ഓരോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ഷോയിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും പേരെടുത്ത് പറഞ്ഞ് അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊന്നും പറയുന്നത് ശരിയല്ല. അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും വെച്ച് നോക്കുമ്പോൾ പൂജയൊക്കെ വളരെ ബെറ്റർ ആയിരുന്നു. അതുപോലെയാണ് ഈ RJ അനഘ. അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ പുറത്താക്കി. നന്ദകിഷോർ ഇന്നലെ പുറത്താക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. കൂട്ടത്തിൽ കൊള്ളാവുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന ഒരു പയ്യനാണ്. മാന്യമായിട്ട് സംസാരിക്കാനും പോയിന്റുകൾ പറയാനും കൃത്യമായ നിലപാടുകളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അയാളെ പിടിച്ച് പുറത്താക്കി. ഈ പൂജയെ പുറത്താക്കിയ സമയത്ത് സേവ് ചെയ്ത ശ്യാം, എനിക്കറിയില്ല ശ്യാമിനെ എന്തുകൊണ്ട് സേവ് ചെയ്തു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശ്യാമിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പൂജയെ പുറത്താക്കിയതാണെന്നും അറിയില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഫേവറിറ്റിസം കാണിച്ചതാണെന്നും അറിയില്ല ജഡ്ജസ്. എന്തായാലും ശ്യാമിനേക്കാൾ ബെറ്റർ, എന്തുകൊണ്ട് ബെറ്റർ ആയിരുന്നു ഈ പറയുന്ന പൂജ, ഒരു സംശയം അതിനകത്തില്ല. ഇനി നന്ദകിഷോറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രേക്ഷകർക്കെല്ലാം ഈ അഭിപ്രായം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നന്ദകിഷോറൊക്കെ ഈ ഘട്ടത്തിൽ പുറത്താവേണ്ട ഒരാളല്ല. എന്തായാലും ഇതിനകത്ത് വന്ന് എല്ലാവർക്കും ബിഗ് ബോസിനകത്തോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നണം, ഇയാൾ പോവേണ്ടതാണ് എന്ന് തോന്നണം. ഇത് കൺവിൻസിങ് ആവുന്നില്ലെന്ന് മാത്രമല്ല, ഇൻജസ്റ്റിസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി ബിഗ് ബോസിന്റെ ഷോ, ഈ ഷോ നടത്തുന്നത് ബിഗ് ബോസ് ആണ്. നമുക്ക് എൻറ്റയർ ക്രൂ, അതിന്റെ ബാക്കിലുള്ള കമ്പനി, ഇതെല്ലാം ഇത് ബിഗ് ബോസിന്റെ ഷോ ആണ്. ഈ ഷോയിൽ ആര് പങ്കെടുക്കണം, ആര് മത്സരിക്കണം, ആര് ഇതിനകത്ത് കയറണം എന്ന് തീരുമാനിക്കേണ്ട അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നിങ്ങളുടെ ഷോയിൽ ഇന്ന ആൾക്കാരെ എടുക്കണം എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് ഇതിനകത്തൊരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാം. ആ വോട്ടിങ്ങിലൂടെ അവരെ അവിടെ നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ ഷോ ബിഗ് ബോസിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതിനകത്ത് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് അവരുടെ വിവേചന അധികാരമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഒപ്പീനിയൻ പറയേണ്ടി വരുന്നത്, അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നത്. അത് എല്ലാവരെയും അല്ല, ഒന്നോ രണ്ടോ കോമണേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ നമുക്കിടയിൽ നിന്ന് കുറച്ച് ആളുകളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ബെസ്റ്റ് ആയിട്ടുള്ള ആൾ അവിടെ പോകണമെന്നാണ്. സാധാരണക്കാരായ നമുക്കിടയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ വെറും പഴവുണ്ണികളായിട്ടുള്ള ആൾക്കാർ പോവാതെ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള, ഒരു പക്ഷേ ചെന്ന് കപ്പടിക്കാൻ പറ്റുന്ന ആൾക്കാർ പോകണം. അതല്ലാതെ വെറുതെ ചടങ്ങിന് 4 പേരോ 3 പേരോ പോയിട്ട് കാര്യമില്ല. സോ ആ നിലയ്ക്ക് ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്കതിനുള്ള റൈറ്റ് ഉണ്ട്. ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെ തന്നെ ജഡ്ജസ് തിരഞ്ഞെടുക്കണമെന്ന് പറയാനായിട്ട് ആ റൈറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തോ അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. അതൊരു പക്ഷേ ജഡ്ജസിന്റെ ഡിസിഷൻ കൊണ്ടുണ്ടാവുന്നതാണോ? മേ ബി ഇനി ഇതിനേക്കാൾ മികച്ച കണ്ടസ്റ്റൻസ് അവരുടെ റിയൽ ടാലന്റ് പുറത്തു വരുമായിരിക്കാം, അവിടെ ഉണ്ടാകുമായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇതുവരെയുള്ള ഒരു എവിക്ഷൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആണ് എന്ന് തോന്നിയ, അല്ലെങ്കിൽ നല്ല BB മെറ്റീരിയൽ എന്ന് തോന്നിയ പലരെയും പുറത്താക്കിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇവരെക്കാൾ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ അത്ര ടാലന്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ എവിടെയും കാണാത്ത പലരും അതിനകത്ത് സേഫ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. സോ അതൊരു ഫെയർ ഗെയിം ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.